മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോയായ വൺസ് അപ്പോൺ എ ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിന് നർമ്മത്തിന്റെ മേൻപൊടിയേകാൻ നമ്മുടെ പ്രിയ താരമായ രമേശ് ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി. രമേശ് ചേട്ടാ, വെൽക്കം. താങ്ക് യു. നമ്മുടെ ഈ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 നമ്മൾ ഈ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പ്രതിഭകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വളരെ എക്സലന്റ് ആയിട്ടാണ് പോകുന്നത്. എന്താണ് രമേശിന് ഒന്നും പറയാനില്ല. നമ്മള് പലപ്പോഴും പറയുന്നത് പോലെ ചിരി കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ വരുന്ന ഓരോരുത്തരും ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങളെ ചിരിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത മുഹൂർത്തങ്ങളിലൂടെയാണ് എപ്പിസോഡ് എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചിരി സമ്മാനിക്കുക എന്നത് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റൊന്നും ബാധകമല്ല എന്ന് ലോക ജനതയ്ക്ക് മുന്നിൽ, ഞാൻ മലയാളികൾക്കെന്നോ മനുഷ്യർക്കെന്നോ ഒക്കെ പറയാതെ ലോക ജനതയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുത്ത ഒരു അതുല്യ കലാകാരനാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. നിറഞ്ഞ കൈഡികളോടെ നമുക്ക് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഗിന്നസ് പക്രു. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങള്? അത്ഭുത ദ്വീപിൽ മാത്രമേ ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കി സംസാരിച്ചിട്ടുള്ളൂ. രണ്ടുപേരും ഇങ്ങനെ താഴെ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. കോവിഡ് കാലത്ത് ഈ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം കൂടുതൽ സജീവമാകുന്ന സമയത്ത് പഴയ സംഭവങ്ങളൊക്കെ പൊടിതട്ടി തിരിച്ചു വന്നു. പല പല കട്ടിങ്ങുകളായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് അതിനകത്തൊരു കട്ടിങ് എൻ്റെ മുന്നിൽ വന്നത് ഏതാണ്ട് ഞാനൊരു ഫസ്റ്റ് പ്രീ ഡിഗ്രി 10th പഠിക്കുന്ന ടൈമിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, നമ്മളെ കണ്ടു കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ചിരിക്കും. ചിരിയുണ്ട് നമ്മളുടെ കാഴ്ചയിൽ തന്നെ. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ കാണുക എന്നെ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചിരിക്കും. അല്ല, ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴുള്ള പ്രോബ്ലം എന്താണെന്നറിയോ? എന്നെ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നില്ല. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറി അപ്ഗ്രേഡ് ചെയ്ത് തുടങ്ങി. എന്തെങ്കിലും ഒരു കുഴപ്പമുള്ള ആൾക്കാരെയൊന്നും കാണുമ്പോൾ അങ്ങനെ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ അംഗീകരിക്കുമല്ലോ, അവരെ ബഹുമാനിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ നമ്മുടെ രീതിയിൽ പോവുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹം വന്നു. നമ്മളുടെ മറ്റൊരാളുടെ കുറവ് കണ്ട് ചിരിക്കുന്നതിനേക്കാൾ മറ്റൊരാളുടെ പ്രതിഭ കണ്ട് ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെയാണ് നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന പ്രോഗ്രാമിന്റെ പ്രസക്തി, ഇവിടെ വരുന്ന പ്രതിഭകളുടെ പ്രസക്തി. അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാര്, കലാകാരികളെ ഈ വേദിയിൽ വരട്ടെ. അത്തരത്തിലുള്ള പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വൺസ് അപ്പോൺ എ ടൈം എന്ന, അതെ, അതിന് വേർഷൻ 2, 3, 4 എന്നൊന്നുമില്ല. അത് അനസ്യൂതം നിങ്ങളട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമുക്ക് അവിടെ ഇരുന്ന് പൊരിക്കുവാണോ പൊളിക്കുവാണോ ചെയ്യണ്ടേ? രണ്ടും വേണം. തീർച്ചയായും ഞാനും കൂടെ ഉണ്ടാവും. ചാലക്കുടിക്കാരന്റെ ചന്തമേറിയ തമാശകളുമായി ഇതാ വേദിയിലെത്തുന്നു സ്നേഹേഷ്. ലെറ്റ്സ് വെൽക്കം സ്നേഹേഷ് ഫ്രം ചാലക്കുടി. സ്നേഹേഷ്, എന്തൊരു എനർജിയാ! ഒരു സ്റ്റെപ്പ് എന്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. ഏതാ ഈ സ്റ്റെപ്പ്? അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല താഴോട്ട് പോയപ്പോ തന്നെ. അത് കിട്ടിയില്ലെന്നാണോ സ്റ്റെഫി പറഞ്ഞത്? എനിക്ക് കിട്ടിയില്ല. അത് മാത്രമേ നന്നായിട്ട് തോന്നിയുള്ളൂ. ആണോ? ഞാനടുത്ത് ബാക്കി മുഴുവൻ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ്. അല്ലെന്ന്. സ്നേഹേഷ്, ചാലക്കുടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ചാലക്കുടി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചില കുഞ്ഞു പ്രണയങ്ങളുണ്ടാവും, ചെറിയ. ആ സമയത്ത് പറഞ്ഞോണ്ടിരും, ഞാൻ നാളെ നീല ഇട്ടോണ്ടിരും, നീ നീല ഉടുപ്പിട്ടോണ്ടിരുന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തോ പറഞ്ഞൊപ്പിച്ചിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടോണ്ട് വന്നതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. റെഡി ഡിയർ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ചാലക്കുടിയിലുള്ള സ്നേഹിച്ച്, ചാലക്കുടിയിൽ അന്നനാട് എന്ന് പറഞ്ഞൊരു ഗ്രാമം, അവിടുന്ന് കനാൽപ്പാലത്ത് നിന്ന് വരുന്നു. രമേശ് ചേട്ടാ, ഞാൻ കനാൽപ്പാലത്തേക്ക് നിന്ന് ബസ് കയറാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം അമ്മ എന്നോട് ചോദിച്ചു, എടാ നീ ഈ പരിപാടിക്കൊക്കെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ, നിനക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ രമേശ് ചേട്ടൻ്റെ അടുത്തേക്ക് പോണേ. രമേശ് ചേട്ടൻ എന്നെ വെച്ചിട്ട് പടം ചെയ്യും. വിഷ്ണു ഉണ്ണികൃഷ്ണനെ വെച്ച് നാദൃശിക കട്ടപ്പനീർ ഋതിക് റോഷൻ ചെയ്ത പോലെ രമേശ് ചേട്ടൻ എന്നെ വെച്ച് കനാൽപ്പാലത്തെ കമലഹാസൻ എന്ന് പറഞ്ഞ് പടം ചെയ്യുന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു കലാകാരനാവാന്നുള്ളത് മുമ്പേ തുടങ്ങിയുള്ള ആഗ്രഹമായിരുന്നു. ഇതങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കണത് എൻ്റെ +2 ലൈഫിലാണ്.
മാമ്പ്ര എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. മാമ്പ്രയ്ക്ക് മാത കയറി ചെല്ലുമോ അവിടെ എൻ്റെ വേവ് ലെങ്ത്തിലുള്ള സെയിം കുറച്ച് കൂട്ടുകാർ കിട്ടി. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ, നാടകം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കഥകൾ പറയണ്ടാവും. നമ്മുടെ കുറച്ച് ഗ്യാങ് ഉണ്ട്. ഇതിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റത്തിനും കയറി പേര് കൊടുക്കും. യക്ഷഗാനം മുതൽ ദേശീയഗാനത്തിന് വരെ പേര് കൊടുത്ത ചരിത്രം ഉണ്ടായിരുന്നു. ഇവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയാണ് വയലിൻ കോമ്പറ്റീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച പോയിട്ട് പുള്ളി വയലിൻ പഠിക്കാൻ സാറിന് ദക്ഷിണ വയ്ക്കും. എന്നിട്ട് അടുത്ത ആഴ്ച വയലിന് മത്സരിക്കും. എന്നിട്ട് ക്ലാസിക്കലും വെസ്റ്റേണും മത്സരിച്ചിട്ട് ഏതാണ്ട് ടോം ആൻഡ് ജെറിയിൽ വായിക്കണം. ഇതാണ് ഇവൻ്റെ വായന. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസായിട്ടാണല്ലോ നമ്മൾ മത്സരങ്ങൾ നടത്താം. 4 ഹൗസ് ഉണ്ടാവും. റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, വൈറ്റ് ഹൗസ്, റോയൽ ആംസ്. ഇന്നലത്തെ സാധനം തേട്ടി വന്നതാ. കിടക്കവിടെ അടങ്ങി കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഘാന മത്സരം നടക്കാം. അപ്പോൾ ഒരാളുടെ കുറവ്. അപ്പോൾ പിള്ളേർ വെച്ചു ഇതിപ്പോൾ ആരെ കയറ്റാ. അപ്പോൾ നോക്കിയപ്പോൾ ഇവൻ അതിലേ പോവാ. ഇവനോട് പോകാൻ പറഞ്ഞു. ശരി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഇവരുടെ കൂടെ പങ്കെടുക്കണം. സ്റ്റേജിൽ കയറണകാലം ഇവന് തോന്നണ് ഇവൻ്റെ ശബ്ദവും ഇവരായിട്ട് മാച്ചല്ല. അപ്പോൾ സാധാരണ അവർ പാടാന്ന് വെച്ചാൽ കേരള തനിമതൻ ഇതിങ്ങനെയാണ്. പക്ഷെ ഇവൻ പാടി വരുമ്പോൾ കേരള തനിമതൻ ഇത് എന്ത് ചെയ്തിട്ടും ഇതങ്ങോട്ട് സിങ്കാവണില്ല. അപ്പോൾ ഇവനൊരു കാര്യം തീരുമാനിച്ചു. സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ മിണ്ടില്ല, വെറുതെ ചുണ്ടാനൊക്കെയുള്ളൂ. ഇതാണ് പ്ലാൻ. അങ്ങനെ സ്റ്റേജിൽ കയറി പുള്ളി ആക്ഷൻ തുടങ്ങി. ആള് നിന്നഭിനയിക്കുക. മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങി വിധി പ്രഖ്യാപിച്ചപ്പോൾ ഇവരുടെ ടീമിനൊന്നും കിട്ടിയില്ല. സംഭവം ആകെ 4 ടീമുള്ളൂ. പക്ഷെ ഇവർക്ക് 3 പോലും കിട്ടിയില്ല. അപ്പം സംശയമായി ഇതെന്താ സംഭവം എന്ന്. നേരെ ജഡ്ജസിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പം ജഡ്ജസ് ഇവനെ ചൂണ്ടി കാണിച്ചിട്ട് പറയാ ഇവൻ്റെ പാട്ട് ശരിയായില്ല, ഇവൻ്റെ താളം പോയി, ഇവൻ്റെ വരി തെറ്റി, ഇവൻ പാടിയത് മൊത്തം പിച്ചൗട്ടായിരുന്നു. ഒരു വരി പോലും പാടാത്തത് അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ ആകെ തകർന്നു. പക്ഷെ ആള് വിടാൻ തയ്യാറായിരുന്നില്ല. പുള്ളി നേരെ നോക്കിയപ്പോൾ അടുത്തതൊരു നാടകമാണ്. നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു സഖാവ്, ഇയാൾ നാടിന് വേണ്ടി എല്ലാം ചെയ്തിട്ട് അവസാനം എതിർ പാർട്ടിക്കാർ പുള്ളിനെ കൊല്ലുന്നൊരു സീനാണ്. കൊന്നു കഴിഞ്ഞിട്ട് ആ നാട്ടുകാർ ഇയാളുടെ ഒരു പ്രതിമ അനുസാധനം ചെയ്യണം. അപ്പം ഇതാണ് സീൻ. അപ്പം എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൻ്റെ ബാക്കിലൊരു കർട്ടൻ ഉണ്ടാവുമല്ലോ. ഈ കർട്ടൻ്റെ ബാക്കിലാണ് അടുത്ത പരിപാടിക്ക് കയറണവരിങ്ങനെ ഒളിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കാം, ഇതൊക്കെ മാറ്റിയിട്ട് എന്തിട്ട പരിപാടി എന്നൊക്കെ. ഇതാണ് സംഭവം. അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഇവൻ വെള്ളിട്ട് പ്രതിമയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അടുത്തത് സിനിമാറ്റിക് ഡാൻസാ. ഇതിലെ 2 പേര് ഓടിക്കയറി സ്റ്റേജിലേക്ക് വന്നു. ഇവനപ്പോൾ അവരോട് മാറ എന്ന് പറയണ്. അപ്പോൾ ഇവർ മാറ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോടാ എന്ന് തിരിച്ചു പറയണ്. പെട്ടെന്ന് പ്രതിമ അനുഷ്ഠാനം ചെയ്യാൻ കറക്റ്റ് മാറ്റി ഒഴുകി. ഒരാളെ മരിച്ചുള്ളൂ, പക്ഷെ 3 പ്രതിമ സ്റ്റേജിൽ നിൽക്കണേ. നടുക്കവൻ ഇങ്ങനെ നിൽക്കണ്, ഇപ്പുറത്തെ സിനിമാറ്റിക് ഡാൻസർ ഇങ്ങനെ നിൽക്കണ്. ഇതിലെ ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പുറത്തവൻ ഓടാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റാണ്ട് ജഗദീഷിന്റെ ഫിയറിൽ ഇങ്ങനെ നിൽക്കണ്. നോക്കിയപ്പോൾ ഒരു 3 പ്രതിമ സ്റ്റേജിൽ. അപ്പൊ പ്രതിമ അനുഷ്ഠാനം ചെയ്യുന്ന ആൾ പറയാ വീരമൃത്യു വരിച്ച എൻ്റെ മകനും പിന്നെ ആരാണ്ടൊക്കെ തല്ലിക്കൊന്ന് കുമാർക്കും എന്നും സുഖമായിരിക്കട്ടെ. അപ്പൊ ഞങ്ങളെങ്ങനെയാന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഉച്ച കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ആകപ്പാടെ നമ്മൾ വയ്യാണ്ടായിരിക്കും ഇരിക്കുക. ഈ പെൺപിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുണ്ടും കുശുമ്പൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഒതുങ്ങിയൊരു സ്ഥലത്തിരിക്കണ്ടാവും. ആൺപിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പ്ലേറ്റിലെ വറ്റ് കൊത്തി പെറുക്കി തന്ന് മറ്റു പ്ലേറ്റുകളിലെ വറ്റ് ഇങ്ങനെ കൊത്തി പെറുക്കാൻ കാട്ടി എല്ലാ സയൻസ് ക്ലാസ്സിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ ചെകറിട്ടടിക്കും. അത് 1 മണി എന്ന് പറഞ്ഞാൽ കോഴിക്കൂട് തുറക്കുന്ന സമയമാണ്. 2 മണിക്ക് കോഴികളൊക്കെ തിരിച്ചിങ്ങോട്ട് അകത്ത് കയറാം. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എക്കണോമിക്സ് ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സാറ് അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് മൈക്കിലൂടെ പറയാണ്, റോൾ പ്ലേ മത്സരം നടത്തുന്നുണ്ട്, താല്പര്യമുള്ള ഒരു പേര് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആരെഴുതും, ആര് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ പറഞ്ഞു നീ എഴുത്, നീ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്തു. അപ്പോൾ കാസ്റ്റിംഗ് നടക്കാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനയിലായിട്ട് 3 പേരെ തീരുമാനിച്ചു. ഒരാൾ ഭഗത് സിംഗ്, വേറെ 2 പേര്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്രിട്ടീഷ് പട്ടാളം വേണം, അതിന് 2 പേരെ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ജനറലായിട്ട് അഭിനയിക്കാൻ ഒരാളെ വേണം. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ചങ്കായിട്ടൊരു കൂട്ടുകാരുണ്ട്, ജിൻസ് എന്ന് പറഞ്ഞു. ഇവന് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമാണ്. അതൊരു പോപ്പിൻസ് മേടിച്ച് അവൻ അപ്പുറത്തുനിന്ന് ഞാൻ ഇപ്പുറത്തുനിന്ന് നിൽക്കും. അത്രയധികം ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞോടെ അങ്ങനെ പ്ലേ കളിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് കോസ്റ്റ്യൂം എടുക്കാൻ കാശില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം അത് നിവർത്തിയുള്ളൂ. അപ്പോൾ എനിക്ക് തോക്ക് വേണം. ഞാൻ പറഞ്ഞു ഈ തോക്ക് എന്നിട്ട് ചെയ്യുക, വലിയ തോക്ക് വേണമല്ലോ. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര എണ്ണം തോക്കണം. ഞാൻ പറഞ്ഞു ഇത്ര നീളം. അപ്പോൾ അവൻ ഇത് ഇത്ര നീളമായല്ലോ. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നിനക്ക് എത്ര എണ്ണം വേണം. ഞാൻ പറഞ്ഞു ഒരു 3 എണ്ണം മതിരാ. പിറ്റേ ദിവസം നമ്മൾ നാടകത്തിന് മുമ്പ് കയറണം. ഞാൻ നോക്കിയപ്പോൾ ഹ്യൂമാനിറ്റീസുകാരുടെ റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ട്. എൻ്റെ കണ്ണ് വെള്ളിപ്പോയി.
ഇവര് കാശ്മീരത്തിലെ സുരേഷ് ഗോപി ഓരോ ബ്ലാക്കൊക്കെ ഇട്ട് തലയിലൊരു കെട്ട കെട്ടി ബ്ലാക്ക് ക്യാറ്റിന്റെ മറ്റേ തോക്കൊക്കെ കൊണ്ട് മിഷ്യൻ കണ്ണൊക്കെ കൊണ്ട് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കയറി വരാ. ബാക്കിക്കോടെ അന്ന് പഴശ്ശിരാജ ഇറങ്ങിയ സമയാ. റെഡ് കോട്ടൊക്കെ ഇട്ടിട്ട് വാളൊക്കെ പിടിച്ചിട്ട് ബാക്കിക്കോട്ടെ ടീമുകൾ. ഞങ്ങളുടെ ക്യാമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ മാമ്പ്ര സ്കൂളിൽ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഇംഗ്ലീഷുകാർ. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ വേഷം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബോസ് പാൻറ്റും കല്യാണരാമ ഷർട്ടും. ഇവിടെ ഒരു മറ്റേ 10 രൂപയ്ക്ക് കിട്ടുന്ന കണ്ണാടി ഉണ്ടല്ലോ, ഈ കണ്ണാടിയും വെച്ച് നമ്മളിങ്ങനെ നിൽക്കുക കയറാനായിട്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എവിടെയാ നമ്മുടെ തോക്ക് എവിടെയാന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, ഇതേടാ മൂലക്കിരിക്കണെന്ന്. അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പച്ച കളറടിച്ച് മിഷ്യൻ കണ്ണ് കാണണേ. ഇവൻ വലിയ കവണപ്പട്ട വെട്ടിയിട്ടേ ഇതിന് നടുക്ക് ഓട്ടിട്ട് കൊണ്ടുവന്നിക്കാൻ മിഷ്യൻ കണ്ണെന്ന് പറഞ്ഞു. എന്നിട്ട് സ്കെച്ച് പേനൊക്കെ എഴുതി വെച്ചിക്കണേ AK-47. ഇതും കൊണ്ട് വന്നിക്ക സ്റ്റേജിലേക്ക്. സ്റ്റേജിൽ കയറിയപ്പോൾ ബ്രിട്ടീഷുകാർ കയറി അങ്ങോട്ട് സ്വാതന്ത്ര്യ സമരങ്ങളെ ചവിട്ടി മേത്തിക്കാണ് കേട്ടത്. കൊടിയുമേ ചവിട്ടാൻ പോണു. ഒരുത്തൻ മേത്തിക്ക് ചാടി വീണിട്ട് ഇവൻ്റെ നെഞ്ചത്തുണ്ട് ബ്രിട്ടീഷുകാരൻ ചവിട്ടണേ. ഇതിങ്ങനെ കാലിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് ബ്രിട്ടീഷുകാരൻ ദിസ് ഈസ് യുവർ ഫ്ലാഗ് നോക്കിയാണ്. ഇവ അവിടെ മലന്ന് കിടന്നിട്ട് യെസ് ഇറ്റ് ഈസ് മൈ ഫ്ലാഗ് എന്ന്. എന്തിനവൻ പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ. അങ്ങനെ പരിപാടിയൊക്കെ നല്ലോണം നടന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഭഗത് സിംഗ് ആയിട്ട് അഭിനയിക്കണവൻ. അവൻ നോക്കണമെങ്കിൽ നൈക്കിൻ്റെ പെരിനിട്ടാണ് നിൽക്കണേ, ഫുട്പാത്തിൽ നിന്ന് മേടിച്ചത്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവൻ ഇതൊക്കെ ഇട്ട് നിൽക്കുക. നോക്കിയപ്പോൾ 3 പേജ് ഡയലോഗ് ഇവൻ നിന്ന് കലക. സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണും ചുണ്ടും വായും ഒക്കെ നിറഞ്ഞുപോയി. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 13 വർഷമായി. അവൻ എന്താ പറഞ്ഞെന്നുള്ളത് അത് എഴുതി എനിക്കും അത് പറഞ്ഞ അവനും ഇത് കണ്ടിരുന്ന ഓഡിയൻസിനും ഇതുവരെ മനസ്സിലായില്ല. അതൊരു പ്രപഞ്ച സത്യമായിട്ട് ഇന്ന് നിലനിൽക്കുക. അങ്ങനെ പ്ലേ കഴിഞ്ഞപ്പോൾ എന്നിട്ടാ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തു നമ്മുടെ ടീമിന്. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ സന്തോഷിച്ചില്ല, എനിക്കായിരുന്നു വിഷമം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നിൽ എൻ്റെ കൂട്ടുകാരന് കോൺഫിഡൻസ് ഉണ്ടായില്ല എന്ന്. അതുപോലെ എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടായില്ല. ഞാൻ അത് വേറൊരുത്തൻ്റെ പേരിലാണ് കൊടുത്തേ, എൻ്റെ പേര് കൊടുത്തില്ല. എങ്ങാനും പൊളിഞ്ഞാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ റോബിൻസൺ ആൻഡ് പാർട്ടി റോൾ പ്ലേ ഫസ്റ്റ് പ്രൈസ്. ഞാനൊന്നും മിണ്ടില്ല. പിറ്റേ ദിവസം MLA ആയിരുന്നു സമ്മാനദാനം. അപ്പോഴും വിളിച്ചു പറഞ്ഞു റോബിൻസൺ ആൻഡ് പാർട്ടി. ആകെ ഇതറിയാവുന്ന ഇവന്മാർക്ക് 6 പേർക്കാ. ഇവന്മാരാണെങ്കിൽ ഇത് പുറത്ത് പറയണില്ല, ഇവന്മാരിൻ്റെ സന്തോഷത്തിൽ. അപ്പോൾ രമേശ് ചേട്ടാ, ഈ ചാനലിലൂടെങ്കിലും ഈ സത്യം ജനങ്ങളെ അറിയട്ടെ എന്ന് വിചാരിക്കണേ. അങ്ങനെങ്കിലും ഞാനാണ് അതിൻ്റെ പിന്നിൽ നിന്നുള്ള എല്ലാവരും അറിയട്ടെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെട്ട് വന്നത്. സ്നേഹേഷ് ഒരു സ്നേഹമയമായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല കോൺഫിഡൻസിലാട്ടോ പറഞ്ഞത്. താങ്ക് യു. പക്രു ചേട്ടാ, സ്നേഹേഷിന്റെ എൻട്രി വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരുള്ള ഡാൻസ് പെർഫോമൻസ് അത് ഗംഭീരായി. താങ്ക് യു. ഇത് വല്ല ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു, ഇവരുടെ പേര് ഫസ്റ്റ് അടിച്ചേനെ. അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ ഒരു പരിപാടിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റത്തിൽ പെർഫോം ചെയ്യുക. അതായത് മോണായിട്ട് മിമിക്രി, ഫാൻസി ഡ്രസ്, കഥാപ്രസംഗം 4 ഉണ്ട്. ഓഡിയൻസ് കംപ്ലീറ്റ് ഗേൾസ് ആയിരിക്കും കോളേജിൽ. അപ്പൊ ഇവരെ ഇംപ്രസ് ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അപ്പൊ അത് കാരണം ഒരു തവണ ഞാൻ പറയട്ടെ, ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് ദേഹം മുഴുവൻ എണ്ണ തേച്ചിട്ട് ബോഡി ബിൽഡിങ്ങിന്റെ മത്സരത്തിൽ കാഫ് മസിൽ എന്നൊക്കെ പറഞ്ഞ സാറില്ലേ, ചിരിച്ചോണ്ട് ഓടിക്കളഞ്ഞു. കാരണം എവിടെ കാഫ് മസിൽ, ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കാഫ് മസിൽ. അത് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഓർമ്മ വന്നത്. സ്നേഹേഷ് പറഞ്ഞ കഥയിലും ഒരു സ്റ്റോറി ഉണ്ട്. അതായത് എങ്ങനെ ഞാനൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയത് എന്ന് പറയുന്നൊരു സാധനം തന്നെ ഇവിടെയും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടൊരു ക്ലൈമാക്സ് അത് ഗംഭീരമായിട്ട് വർക്കൗട്ടായി എന്നുള്ളതാണ്. പകർച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ യുവജനോത്സവത്തിലൊക്കെ ഞാനൊക്കെ എന്തിനൊക്കെ പങ്കെടുക്കുന്നറിയോ. ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിന് പേരും എടുക്കും ചേട്ടാ. ഇംഗ്ലീഷ് പ്രസംഗ മത്സരം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പിള്ളേർ നമ്മൾ തെറ്റും, എനിക്ക് ഉറപ്പൊന്നും കിട്ടില്ല ഉറപ്പാണെങ്കിൽ പേരും എടുത്ത് ചെസ്റ്റ് നമ്പർ വിളിക്കുമ്പോൾ ചെന്നിട്ട് യെസ് ഇറ്റ് ഈസ് ദ ടോസ്റ്റ് ഓഫ് ദ ടെസ്റ്റ്, താങ്ക് യു. അതുപോലെ സംസ്കൃത കവിത മത്സരത്തിന് പേരെടുത്ത് സമൃദ്ധി വാർത്ത ശ്രുയന്ത പ്രവാചക വരദേവാനന്ദ സാഗര താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോയ ആളാ ഞാൻ. പ്രൊഫഷണൽ മിമിക്രി രംഗത്ത് ഞാൻ സലീം കുമാറിന്റെ ട്രൂപ്പിലായി. അപ്പൊ ചില കുഞ്ഞു പിള്ളേരുടെ ട്രൂപ്പുകളുണ്ട് കോട്ടയം ഭാഗത്തൊക്കെ, അവിടെ ഇവിടെ ഒരു 5-6 പിള്ളേർ. ഞാൻ ചെറുതാണ് എങ്കിലും ഈ പ്രൊഫഷണൽ അല്ലാത്ത ട്രൂപ്പുകളുണ്ട്.
അപ്പം ഞാൻ അന്നൊന്നും ഈ നമ്മുടെ മുഖം ആർക്കും അറിയത്തില്ല. ഇങ്ങനെ സലീം കുമാറിന്റെ ട്രൂപ്പിൽ രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്. അവൻ അത്യാവശ്യം വിളിച്ച ഒരു 10-15 നടന്മാരുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു ദിവസം ഒരു ഫോൺ വന്നു. ഞാൻ ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഞങ്ങൾ കോട്ടയത്തുള്ള ഇന്ന ട്രൂപ്പിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു ട്രൂപ്പുണ്ടോ? ഞങ്ങൾ 5-6 പേരുള്ള ട്രൂപ്പാണ്, ഞങ്ങൾക്കൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, അതിൽ രമേഷ് പിഷാരടി ഒന്ന് ഗസ്റ്റായിട്ട് വരും, ഒരു 5-6 നടന്മാരുടെ ശബ്ദമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാനൊന്ന് സലീമായിട്ടിൻ്റെ ട്രൂപ്പിലൊക്കെ കളിക്കുന്ന ഒരാൾ ഈ ചെറിയ ട്രൂപ്പിൽ പോയാൽ അത് അത്ര ശരിയായ നടപടിയാണോ? ഇനി ട്രൂപ്പിൽ അറിഞ്ഞാലും അതൊരു കുഴപ്പമില്ല എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് പ്രോഗ്രാം ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, പക്ഷെ വേറൊരു തിരക്കേടില്ലാത്ത പയ്യനെ ഞാൻ പറഞ്ഞു വിടാം, സുഭാഷ്, അവൻ വന്നോളും എന്ന് പറഞ്ഞിട്ട് സുഭാഷ് എന്നും പറഞ്ഞ് ഞാൻ തന്നെ പോയി ഇവരുടെ ട്രൂപ്പില്. പിഷാരടി പറഞ്ഞിട്ട് വന്നതാന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. മനസ്സിലായില്ലേ? മുഖം അറിയത്തില്ലല്ലോ, മുഖം അറിയത്തില്ല, ആളെ കേട്ടിട്ടല്ലേ ഉള്ളൂ, കേട്ട് വിളിക്കുന്ന എല്ലാവരും വിളിക്കുന്നത്. ഞാൻ പോയി സുഭാഷ് എന്ന് അവരുടെ കൂട്ടത്തിൽ പോയി സുഭാഷ് എന്ന വരുന്നാമത്തില് പ്രോഗ്രാം കളിച്ച് 100-150-200 രൂപ മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്ന്. അപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെയും വിളി വന്നപ്പോ ഈ പിള്ളേർ വിളിച്ചപ്പോ ഞാൻ വീട്ടിൽ ചെന്നാലോ, രമേശ് ചേട്ടനാണോ? അതെ, ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കൂടെ കിട്ടിയിട്ടുണ്ട്, ചേട്ടൻ ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിലൊന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ എനിക്കന്ന് ഒഴിവില്ല, ഞാൻ അന്ന് വിട്ട സുഭാഷിനെ വിടട്ടെ, ഇപ്പൊ അപ്പുറത്ത് പറയാ അവൻ വേണ്ട, അവന്റെ ഒന്നും ഏറ്റില്ലെന്ന്. കേശവമാമ എന്താ കഴിക്കാൻ വല്ലതും കൊണ്ടതാണോ? അല്ല, പിഷാരടിയും തുടങ്ങാം. എനിക്ക് എന്തെങ്കിലും ചില്ലറ, ഇത് കാലി പ്ലേറ്റ് ആണല്ലോ ഏട്ടാ. അല്ല, ചില്ലറ എന്ന് എന്തെങ്കിലും സഹായിക്കണം പിഷാരടി. എന്തിനാ ഞാൻ ചില്ലറ തരുന്നത്? കാരണം ഞാൻ കുറച്ച് വലിയ കലാകാരന്മാരെ ദ്രോഹിച്ചിട്ടുണ്ട് മുന്നേ. അതൊക്കെ ഞാൻ അപ്പോഴേ ക്ഷമിച്ചതല്ലേ. അല്ല, ഞാൻ വലിയ കലാകാരന്മാരെ കാര്യം പറഞ്ഞത്, പിഷാരടിനല്ല. അപ്പോൾ കുറച്ച് ചില്ലറ വേണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജോത്സ്യനെ പോയി കണ്ടിരുന്നു ചേട്ടാ. അപ്പോൾ ജോത്സ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ കുറേ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ പാപങ്ങളൊക്കെ പുള്ളി മാറ്റി തരാമെന്ന് പറഞ്ഞു. ഒരു 200 പേജിൻ്റെ ബുക്കിൽ പുള്ളി അത് എഴുതി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ മേമനില്ലത്തെ വാമന നമ്പൂരിനല്ലേ കണ്ടത്? അതെ, എങ്ങനെ മനസ്സിലായി? പുള്ളി 200 പേജിന്റെ 6 ബുക്കും മേടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു, നിങ്ങളുടെ പാപങ്ങൾ എഴുതാൻ വേണ്ടി മാത്രം. പരിഹാരമുണ്ട്. പരിഹാരം പുള്ളി പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ തെക്കേറ്റത്ത് അവിടെ ഒരു അമ്പലമുണ്ട്, തെക്കേറ്റത്ത് അമ്പലത്തിൽ പോയിട്ട് ഒരു പാട്ട് വഴിപാട് നടത്തിയാൽ മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അവിടെ എത്തി, പാട്ടിലെത്തി അവസാനം. അതിപ്പോ എങ്ങനെ പോയാലും അവിടെ തന്നെ എത്തുള്ളൂ. അല്ല, പാട്ട് വഴിപാടല്ലേ പറഞ്ഞേ, അല്ലാതെ പാട്ടപ്പിരിവ് നടത്താൻ പറഞ്ഞില്ല. അല്ല, പോകാനായിട്ടുള്ള പൈസ വേണമല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ പിരിവൊന്നും കിട്ടൂല, അങ്ങോട്ട് ചെന്ന് നിന്നോ. ഇത് ഏത് പാട്ടാണ് പുള്ളി പാടാൻ പറഞ്ഞ? ഏതാണ്? ഫെയർ ആൻഡ് ലവ്ലിയെ ഗുണ്ടുമല്ലിയെ, ഫെയർ ആൻഡ് ലവ്ലിയെ ഗുണ്ടുമല്ലിയെ, ലവ്ലി സൊൽവടി ബേബി ബേബി, കമ്പ്യൂട്ടർ ഗ്രാഫിക്കിളിയെ, ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട, കാതലൻ കറ്റക്കല, ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട. അല്ലെ, എന്നാ ഞാനതല്ല ആലോചിക്കുന്നേ, തെക്കേ അറ്റത്തുള്ള ഏത് ക്ഷേത്രമാണെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തില് വഴിപാടായിട്ടോ പാപപരിഹാരത്തിന് വേണ്ടിയോ ഫെയർ ആൻഡ് ലവ്ലി എന്നുള്ള പാട്ട് പാടിക്കോ? ഞാനവിടെ പാടാൻ പോണത് ഇത് തന്നെ വേറൊരു വെർഷനിലാണ്. വെർഷൻ 2 ക്ലാസിക്കൽ ടച്ചോടുകൂടിയാണ് പാടുന്നത്. അതിൻ്റെത് ഒരു ശൈലിയാണത്. ഓ, സുഭാഷ്. ഫെയർ ആൻഡ് ലവ്ലിയെ ഗുണ്ടുമല്ലിയെ, ലവ്ലി സൊൽവടി ബേബി ബേബി, ഫെയർ ആൻഡ് ലവ്ലിയെ ഗുണ്ടുമല്ലിയെ, ലവ്ലി സൊൽവടി ബേബി ബേബി, ഫെയർ ആൻഡ് ലവ്ലിയെ ഗുണ്ടുമല്ലിയെ, ലവ്ലി സൊൽവടി ബേബി ബേബി, കാതലൻ കറ്റൈ കലയെ, കാതലൻ കറ്റൈ കലയെ, ചുട്ട ചുട്ടടാ ചുടാട്ട ചുട്ടടാ, ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട, ചുട്ടോടത്തു ചുട്ടട, ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട, ചുട്ടോടത്തു ചുട്ടട ചുട്ട
കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു അമ്പലത്തിൽ പോകുന്നതിന് പകരം ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതിനുള്ളൊരു പാട്ടും കൂടി ഞാൻ റെഡിയാക്കി. വേണ്ട, ഈ പാട്ടിന്റെ പാപം തീരാൻ വേണ്ടിയാണ് വടക്കോട്ട് പോകാൻ പറഞ്ഞത്. പൊക്കോളൂ. ഒന്നും കിട്ടിയില്ല, ചില്ലറയും കിട്ടിയില്ല, ഒരു പാട്ടും പോയി. പാവം. അനുകരണത്തിന്റെയും അഭിനയത്തിന്റെയും അവതരണത്തിന്റെയും സാധ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുന്നു സജി കൃഷ്ണ ഫ്രം കൊല്ലം. ലെറ്റ്സ് വെൽക്കം സജി കൃഷ്ണ. സജി കൃഷ്ണ നല്ല സ്റ്റെപ്പായിരുന്നു. താങ്ക് യു. അവിടെ നിന്ന് വന്നപ്പോ തൊട്ടേ സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് വരുന്നത്. വരവിൽ തന്നെ സ്റ്റെപ്പ് ഉണ്ട്, ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആ സ്റ്റെപ്പ് അർജന്റീനയിലാണ് ആദ്യം കണ്ടുപിടിച്ചത്. മരഡോണ എന്ന് പറഞ്ഞൊരു നർത്തകനാണ് ആ ഡാൻസ് സ്റ്റെപ്പ് കണ്ടുപിടിച്ചത്. ഇങ്ങനെ കാലയില് ഫുട്ബോൾ ഉണ്ടായിരുന്നു. ഫുട്ബോളുമായിട്ട്. ഒരു സെക്കൻഡ്, സജിയുടെ മെസ്സേജ് ആണല്ലോ, വണ്ടിക്കൂലി വേണ്ട, ഇതൊക്കെ തന്നെ സന്തോഷമായിന്ന്. സജി, ഇനി വന്ന സാധനങ്ങൾ ഇത്തരം വർത്താനങ്ങൾ മറന്നു പോകുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും മറക്കണ്ട, ഗംഭീരമായിട്ട് പിടിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കേ ട്ടാ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജി കൃഷ്ണൻ എന്നാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ പേര് ശംഭു. ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കൊക്കെ ഒരുപാട് കൂട്ടുകാരന്മാർ കാണും അല്ലേ? പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തനായ, വിഭിന്നനായ, വിചിമ്പ്രനായ ഒരു കൂട്ടുകാരനാണ് ശരിക്കും ശംഭു. ശംഭു സാധാരണ ചടങ്ങുകൾക്ക് പുറമെ രാവിലെ 9:30 പതിവ് പോലെ പെങ്ങടെ വീട്ടിലെത്തി. അപ്പോൾ പെങ്ങടെ മോൻ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് അവൻ്റെ മുഖം ഇങ്ങനെ മെനുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാമനെ കണ്ടപ്പോൾ ഈ മരുമോൻ ചോദിച്ചു, ശംഭു മാമ, എൻ്റെ താടി രോമമൊന്നും അങ്ങോട്ട് വളരുന്നില്ലല്ലോ, അതിവിടെയൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ട് ഒരുപാട്. എടാ, അതിന് കരടി തൈ തേച്ചാൽ പോരെ? കരടി തൈ തേച്ചാൽ വളരുമോ? പിന്നെ ശറ പറയാന്ന് രോമം വളർന്നു വരത്തില്ലേ? ആണോ? അപ്പോൾ നീ കരടി നെയ്ക്ക് എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, കരടിയെ പിടിച്ചോണ്ട് തന്നാ നെയ്യ് ഞാൻ എടുത്തു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശംഭു ഒരു ദിവസം വീടിൻ്റെ വീട്ടിലെന്തോ പണി നടക്കുക. അപ്പോൾ മെറ്റിലെന്തോ എടുത്തുകൊണ്ടിരിക്കുക. കൊട്ടയിൽ മെറ്റിലൊക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാജിക്കുകാരൻ അതിലേ വരിക. മാജിക്കുകാരൻ ശംഭു നോക്കുമ്പോൾ മാജിക്കുകാരൻ ഒരു കല്ലെടുത്ത് മേളോട്ടെറിയുന്നു, തിരിച്ചു വരുമ്പോൾ ഒരു 500 നോട്ടാവുന്നു. വീണ്ടും ഒരു കല്ലെടുത്ത് മേളോട്ടെറിയുന്നു, തിരിച്ചു വരുമ്പോൾ ഒരു 500 നോട്ടാവുന്നു. അപ്പോൾ മാജിക്കുകാരൻ ശംഭുവിനെ കണ്ടു. എന്നിട്ട് ശംഭുവിനോട് ചോദിക്കുക, ചേട്ടാ കുറച്ച് ദിവസമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് വിശന്നിട്ട് പോയി, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ശംഭു ഒരു കൊട്ട മെറ്റിലെടുത്തോടുത്ത് പറയാ, നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് 1 വർഷത്തേക്ക് അടിച്ചു പൊളിച്ച് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചോളാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം ജംഗ്ഷനിൽ, ഒരു വൈകിട്ടായപ്പോൾ ജംഗ്ഷനിലെത്തിയപ്പോൾ ശംഭു 3-4 കൂട്ടുകാരുമായിട്ട് നിൽക്കുക. അപ്പോൾ ശംഭു എന്നോട് പറയാം, എടാ സജി നിന്നെ കാത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ആണോ? എന്താ സംഭവം? എന്താ? ഇന്ന് എൻ്റെ ഒരു ചിലവാ, വാ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം, ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണോ? നിൻ്റെ ചിലവാണോ? ആഹാ, സന്തോഷമായല്ലോ. അങ്ങനെ ഹോട്ടലിലോട്ട് ഇങ്ങനെ ശംഭുവും കൂട്ടരും അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ഒരു പയ്യൻ ഇരുന്ന് അവിടെ നിന്ന് പെറോട്ട കഴിക്കുന്നു. പെറോട്ടയും ഒപ്പം ബീഫ് ഫ്രൈ ഒക്കെ ആയിട്ട് പയ്യൻ ഇങ്ങനെ ഓർഡർ ചെയ്ത് പകുതി ഇങ്ങനെ കഴിച്ചിരിക്കുക. അപ്പോൾ ഈ പയ്യനെ നോക്കിയിട്ട് ശംഭു, ഡേയ് നിന്നോട് ആര് പറഞ്ഞു ഈ പെറോട്ടയൊക്കെ കഴിക്കാൻ? പെറോട്ടയൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ദഹന പ്രക്രിയക്കൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, നിൻ്റെ കുടലിന് പ്രശ്നം ഉണ്ടാവും, അതിൽ പുണ്ണ് വരും, നിൻ്റെ ആമാശയത്തിൽ പുണ്ണ് വരും, നിനക്ക് ക്യാൻസർ വന്ന് നീ നരകിച്ച് ചത്തുപോകും. ഈ പയ്യൻ കാശൊക്കെ കൊടുത്ത് ഈ പെറോട്ടയൊക്കെ ബുക്ക് ചെയ്ത് ബീഫ് ഫ്രൈ ഒക്കെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക, കണ്ണും പിടിച്ച്. അതിലൊന്നും പോയി കൈവയ്ക്കാതെ ഈ പയ്യൻ അവിടുന്ന് പേടിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. ക്യാൻസർ വന്ന് എത്താലോ എന്ന് വിചാരിച്ച് പയ്യനങ്ങ് അത് കഴിക്കാതെ പോയി. ഉടനെ ശംഭു കടക്കാരനോട്, ചേട്ടാ കഴിക്കാനൊന്നുണ്ട്? അത് പെറോട്ടയും മട്ടയും. അപ്പം പുട്ടും ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു? ആ എല്ലാം കഴിഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യ്, ചാവുന്നേ അങ്ങ് ചാവട്ട്, 4 പെറോട്ട ഒരു മുട്ടക്കറിയും എടുക്കാൻ. എന്നിട്ട് പുള്ളി വെളിയിൽ വന്ന് പൈസയൊക്കെ കൊടുത്ത് 250 രൂപ ബില്ലായി. അപ്പോൾ ഒരു 25 രൂപ വളരെ സ്നേഹത്തോടെ ശംഭു എൻ്റെ പോക്കറ്റ് വെച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ചിലവൊക്കെ നടത്തിയിട്ട് വീണ്ടും ഒരു 25 രൂപ എൻ്റെ പോക്കറ്റ് വെച്ചിരുന്നത്? അതേ, നീ പെയിൻ്റ് അടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു 275 രൂപ തരാനില്ലേ ആ വീട്ടിൽ നിന്ന്? നീ പറഞ്ഞെന്നും പറഞ്ഞ് ആ പൈസ ഞാനിങ്ങ് വാങ്ങിച്ച് നിൻ്റെ പൈസയ്ക്കാണ് ഞാൻ ചിലവ് നടത്തിയത്. അങ്ങനെ ശംഭു വിയർപ്പൻ്റെ അസുഖം മാറ്റാമെന്ന് തീരുമാനിച്ചു. നാട്ടുകാരെയൊക്കെ അനൗൺസ് ചെയ്ത് ഞാൻ ജോലിക്ക് പോകാൻ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മേശിരിയുടെ കയ്യാളായിട്ടാണ് ഇയാൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ പണിക്ക് പോകാൻ മേശിരി സൈറ്റിൽ നിന്ന് വിളിക്കുക, എടാ ശംഭുവേ, നീ വരുമ്പോഴേ എൻ്റെ മുഴക്കോലും കൂടെ എടുത്തോണ്ടോ, ഞാനത് എടുക്കാൻ മറന്നുപോയി കേട്ടോ. പണി സൈറ്റ് നിനക്ക് അറിയാമല്ലോ, കരുനാപ്പള്ളിയിലാണ്. അപ്പോൾ ശംഭു ചവറയിൽ നിന്ന് ബസ്സിൽ കയറിയപ്പോൾ പൊതുവെ രാവിലെ ആയതുകൊണ്ട് വണ്ടിയിൽ തിരക്ക് കുറവാണ്. അപ്പോൾ ശംഭുവിൻ്റെ കയ്യിൽ ഈ മുഴക്കോല് എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. ശംഭുവിൻ്റെ കയ്യിൽ മുഴക്കോൽ ഇങ്ങനെ മുഴച്ച് നിൽക്കുക, ഒരു ചോദിച്ചിഹ്നം പോലെ. എവിടെ വെക്കണമെന്നൊരു പിടിയുമില്ല. അങ്ങനെ ശംഭു ഒരു വഴി കണ്ടെത്തി. മുകളിൽ കമ്പിയില്ലേ, നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പിയിൽ മുഴക്കോൽ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം
ഇങ്ങനെ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്ന് വരുമ്പോൾ അടുത്തടുത്ത സ്റ്റോപ്പുകളായപ്പോൾ ജംഗ്ഷനിലായപ്പോഴത്തേക്ക് ഓരോരുത്തർ കയറാൻ തുടങ്ങി. അങ്ങനെ നല്ല തിരക്കായി. തിരക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ശംഭുവിനെ പോലെ തന്നെ ഈ മുഴക്കോൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. നിന്ന് ശംഭുവിന് കരുനാഗപ്പള്ളി ആയപ്പോൾ പണി സൈറ്റ് അവിടെയാണല്ലോ, അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ എടുക്കും, എല്ലാവരും പിടിച്ചിങ്ങനെ നിൽക്കുകയല്ലേ. അങ്ങനെ ശംഭു അടുത്ത ജംഗ്ഷനിലായി, അടുത്ത വവ്വാക്കാവായി, ഓച്ചറ കഴിഞ്ഞു, അങ്ങനെ കായംകുളം എത്തി. കായംകുളം ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ശംഭു എങ്ങനെയൊക്കെയോ ഇത് പിടിച്ച ആളുകളൊക്കെ കുറഞ്ഞപ്പോൾ ഇതുമെടുത്ത് ഇറങ്ങി. അവിടുന്ന് പിന്നെ 500 രൂപയും കൊടുത്തിട്ടാണ് കരുനാഗപ്പള്ളി ഓട്ടോ പിടിച്ച് ശംഭു ഇറങ്ങിയത്. ശരിക്കും ആദ്യം ശംഭു അവിടുന്ന് ചവറയിൽ നിന്ന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, ഓട്ടോ കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ അവിടെ അമ്പലത്തിൽ ഇങ്ങനെ കൊടിയേറി കിടക്കുക, അവിടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ശംഭു ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ശംഭു നല്ല ഫിറ്റാണ്. അപ്പോൾ ശംഭുവിൻ്റെ അടുത്ത് പറയാം, എടാ സജി, ഞാനൊരു പെണ്ണ് കാണാമെന്ന് വിചാരിച്ചാൽ നല്ല കാര്യമാണല്ലോ. പക്ഷേ പെണ്ണ് കാണാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ആരോട് ചോദിച്ചു പറയാം, എടാ ആ പെണ്ണ് സജീവമായിട്ട് ലൈനുള്ള പെണ്ണാണ്. അത് ശരിയാണോ? ഞാൻ പറഞ്ഞു പിന്നെ ശരിയാണ്. അളി ആ കഥയെന്ന് പറയലേ. ഞാൻ കഥയൊക്കെ പറയാം, പക്ഷെ കേൾക്കാൻ നിനക്ക് നല്ല മൂടുണ്ട്, നീ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയല്ലേ. പക്ഷെ പറയാൻ എനിക്കൊരു മൂഡ് വേണ്ടേ. അതുകൊണ്ട് എനിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ചിലവ് നടത്താമെങ്കിൽ ഞാൻ കഥ പറയാം. ആ ശരി എന്നാ വാ. എന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ അവിടെ ഒരു വൈൻ ഷോപ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു സാധനമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നു. പോലീസ് പിടിച്ചു. അപ്പോൾ ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതാണ് ഞങ്ങൾ. ഇത് കാവനാട് പോലീസ് സ്റ്റേഷനാണ്, പരിധിയാണ്. അങ്ങനെ ഞങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ശംഭു പോലീസ് ജീപ്പിലിരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു ഐഡിയ എന്നുള്ളത്. അപ്പോൾ ഒരു സമാധാനമായി. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി വരാമല്ലോ, ഊരി വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ശംഭു വെള്ളമടിച്ച് ഫിറ്റല്ല ഇന്ന്. അയ്യോ പോലീസ് സ്റ്റേഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ ചത്താ മതി സാറേ. പോലീസ് സ്റ്റേഷൻ എന്താ അത്ര വൃത്തികെട്ട സ്ഥലമാണെന്നുള്ള കുറേ തെറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എസ് ഐയോട് പറഞ്ഞു, സാറേ ആദ്യമായിട്ട് എങ്ങനെ സംഭവിക്കുന്നത്, ഞങ്ങൾ ചെറുപ്പക്കാരെ ഒരു എക്സ്ക്യൂസ് തരണം, ഞങ്ങൾ മേലെ ഇനി ആവർത്തിക്കത്തില്ല, കേസാക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് എസ് ഐ ഒരു ഇതൊക്കെ ഓക്കെ ആയി. ഇങ്ങനെ ശംഭു പറയാം, സാറിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് ചെയ്യൂ, ഇതേ സാറിന് ഒരു ചുക്കും ഞങ്ങളെ ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഞങ്ങൾ ഈ ചവറ സ്റ്റേഷൻ പരിധിയുള്ള, ഇത് കാവനാട് സ്റ്റേഷൻ പരിധിയാണ്, സാറിന് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആലോചിച്ച് ഈ പൊട്ടത്തരം മനസ്സിൽ വെച്ചിട്ടാണോ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചത്. അങ്ങനെ എസ് ഐ വന്നിട്ട് എൻ്റെ അഡ്രസ്സ് ചോദിച്ചു. അപ്പോൾ കേസാകരുത്, പോലീസുകാർ വീട്ടിൽ തിരക്ക് വരുതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അഡ്രസ്സ് മാറ്റി പറഞ്ഞു. ഇത് കേട്ട മാത്രമേ ശംഭുവിൻ്റെ അഡ്രസ്സും മാറ്റി പറഞ്ഞു. മാറ്റി പറഞ്ഞപ്പോൾ എസ് ഐക്ക് ഒരു ഡൗട്ട്, എൻ്റെ പേരെന്തോ ശംഭു. നീ അഡ്രസ്സ് മാറ്റിയല്ലേടാ പറഞ്ഞേ, നിന്റെ അച്ഛൻ്റെ പേരെന്തോടാ? പത്രോസ്. നീ ആദ്യം പറഞ്ഞ രാമകൃഷ്ണൻ എന്നല്ലേ, ഇതെന്തോ ഈ പത്രോസ്? അത് അച്ഛനെ വീട്ടിൽ വിളിക്കുന്ന പേരാ പത്രോസ്. ശരിക്കും പറയടാ, നിന്റെ അച്ഛൻ്റെ പേരെന്തുവാ? അത് മുഹമ്മദ്. കൊള്ളാം, രാമകൃഷ്ണൻ, പത്രോസ്, മുഹമ്മദ്, മതമൈത്രിയാണല്ലോടാ. നല്ല കാര്യം. അങ്ങനെ ശംഭു അവിടുന്ന് ഇറങ്ങി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം ശംഭുവിനെ കാണുമ്പോൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. 2-3 മാസമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ 2 പോലീസുകാർ സമൻസുമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ സാറേ ഇത്? അത് കാവനാട് വെള്ളമടിച്ചില്ലേ, അതിൻ്റെ കേസാ. അപ്പോൾ ഈ അഡ്രസ്സ് ആര് പറഞ്ഞു തന്നു? അത് തൻ്റെ ഒരു കൂട്ടുകാരനില്ലേ ശംഭു പറഞ്ഞു തന്നെ ഈ അഡ്രസ്സ് എന്ന്. അമ്പടാ ശംഭു. അപ്പോഴും ശംഭു എന്നെ വെറുതെ വിട്ടില്ല. അപ്പോൾ ശംഭുവിൻ്റെ ഇതുപോലുള്ള ജൈത്രയാത്ര തുടരുന്നു. തൽക്കാലം എൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ശംഭുവിൻ്റെ കഥ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, ഇനിയും തുടരും. താങ്ക് യു വെരി മച്ച്. സജിചേട്ടാ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു പക്രു ചേട്ടാ? ഗംഭീരായിരുന്നു സജി, അടിപൊളിയായിരുന്നു. ഞാൻ സജി മമ്മൂക്കയുടെ ഡ്യൂപ്പ് വേഷങ്ങളൊക്കെ ചെയ്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മിടുക്കനായി നിൽക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ സജിയിൽ ഇതുപോലെ കഥയൊക്കെ പറഞ്ഞ് ശംഭുവിനെയും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനുള്ളൊരു ടാലൻ്റ് ഉള്ള ഒരാളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇപ്പം പിഷു പറഞ്ഞ പോലെ തന്നെ സുഭാഷ് എന്ന് പറഞ്ഞ് വിട്ടില്ലേ, പിഷു തന്നെ പോയല്ലോ എന്ന് പറഞ്ഞ പോലെ ശംഭു സജി തന്നെയാണോ? അതെ, നോട്ട് ദ പോയിന്റ്. ഏറെക്കുറെയൊക്കെ സത്യമുണ്ട്. വന്നു പോരട്ടെ, സത്യങ്ങൾ പോരട്ടെ. ഈ ശംഭു മഹാദേവ എന്നൊക്കെ പറഞ്ഞു അതാണ് ഇവരുടെ പരിപാടി. അതുപോലെ ഇപ്പൊ ഈ സ്റ്റേഷൻ അതിർത്തിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലെ ചില ആൾക്കാരുണ്ട് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങള് ദുബായിൽ എവിടെയോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ റോഡ് സൈഡിൽ നിന്നിട്ട് വർത്താനം പറയുന്നതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇച്ചിരി വട്ടം കൂടി 6-7 പേര് ഭയങ്കര വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മറ്റേ ദുബായ് പോലീസ് വന്ന് നിർത്തി. വണ്ടി വന്ന് നിർത്തിയിട്ട് അപ്പോൾ ഓട്ടുമല്ലോ നമ്മൾ. പിന്നെ ഓടി ഭക്ഷണം കഴിച്ച ഹോട്ടലിനകത്തോട്ട് തന്നെ കയറി അകത്തേക്ക് വന്നിട്ട് എടുത്താൽ പറയണേ, എനിക്കത്ര വിഷയമൊന്നുമില്ല, കടുത്തുരുത്തി എസ് ഐ എൻ്റെ കൂട്ടുകാരനാണ്. അയ്യോ, സജിയുടെ പരിപാടികൾ ശംഭു ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. സജി ശംഭുവിന്റെ കഥകളും കാര്യങ്ങളും അല്ലേ
ഓക്കെ സജി. താങ്ക് യു രമേശ്. ചേട്ടാ അപ്പൊ ഇനിയും വരണം. പിന്നെ തീർച്ചയായിട്ടും നിരവധി ടെലിവിഷൻ പരിപാടികളിലൂടെ സിനിമകളിലൂടെ നമുക്കേറെ സുപരിചിതനായ കലാകാരനാണ് ശ്രീ രാജീവ് കളമശ്ശേരി. മുൻ മുഖ്യമന്ത്രി AK ആന്റണി സാറിന്റെ വേഷപ്പകർച്ചയിലൂടെയാണ് രാജീവേട്ടനെ നമുക്ക് കൂടുതൽ പരിചയം. ഇന്നത്തെ എക്സലൻസ് അവാർഡ് സെഗ്മെന്റില് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് രാജീവേട്ടനാണ്. രാജീവേട്ടനെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം രാജീവേട്ടൻ. രാജീവേട്ടാ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? അസുഖമൊക്കെ മാറി ശരിയായി നിൽക്കുന്നു. ഓ, രാജീവേട്ടൻ ഇടക്കാലത്തൊന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു അറിഞ്ഞു അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും രാജീവേട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. രാജീവേട്ടന് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സത്യത്തില് ഇവിടെ ആർക്കും പരിപാടി ഇല്ലാത്ത സമയത്താണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു വേദിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ചാനൽ പരിപാടി എനിക്ക് തോന്നുന്നത് ഫ്ലോറിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. വൺസ് അപ്പോൺ എ ടൈം എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കൊണ്ടുവരുവാൻ വിഷ്ണുവിന് ആദ്യത്തെ എൻ്റെ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ. വലിയ സന്തോഷമുണ്ട്. ഞാനും പിഷാരടിയെ പോലെ തന്നെ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ ഒന്നിച്ച് എത്രയോ സ്റ്റേജുകൾ അല്ലേ. അതുപോലെ തന്നെ AK ആന്റണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്തത് മനസ്സിലേക്ക് മിമിക്രിക്കാരിൽ ആരെന്ന് ചിന്തിക്കുമ്പോൾ വരുന്ന ഒരേ ഒരു പേര് രാജീവേട്ടൻ. പെർഫെക്റ്റ് ആയിട്ട് രാജീവേട്ടൻ ആന്റണി സാറിന്റെ ഫിഗർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. 1-2 സിനിമകളിൽ മമ്മൂക്കയോടൊപ്പം കുട്ടിശ്രാങ്ക് എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഗംഭീര വേഷമാണ് രാജീവേട്ടൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അത് നമ്മളൊന്നും ചെയ്തിട്ടുമല്ല നമുക്ക് വരുന്നത്. അപ്പോഴും എല്ലാം രാജീവേട്ടൻ എവിടെയോ രാജീവേട്ടന് വേണ്ടി വിളക്കുകൾ തെളിയുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് രാജീവേട്ടൻ കുറേ നാളുകൾക്ക് മുമ്പ് ഭൂലോകം തരികിട തിമിടുതത്തൈ എന്നും പറഞ്ഞൊരു സീരിയല് അതെ ഞാൻ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോരുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൽ വേഷമൊക്കെ ഉണ്ടായിരുന്നു. ഇവനെ വിളിച്ച് വീട്ടിൽ പോയിരുന്ന് ആ സ്റ്റോറി മുഴുവനും ഞാൻ പറഞ്ഞതാ വീട്ടിലിരുന്ന്. അതെ, അതിനാണ് ഞാൻ രാജീവേട്ടന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഒരു അനുഭവം പറയാം. രാജീവേട്ടന്റെ AK ആന്റണി സാറിന്റെ പെർഫെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞങ്ങൾ ചെയ്യുന്ന സിനിമാലയ എന്ന് പറയുന്ന ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ ആ ചാനലിന്റെ മോളിൽ ന്യൂസ് സെക്ഷൻ ഉണ്ട്. ഈ ന്യൂസ് സെക്ഷനിൽ ഒറിജിനൽ AK ആന്റണി സാർ വന്നു മോളില്. അപ്പൊ 2 നിലയാണ്. മോളിലത്തെ ഫ്ലോറിൽ ന്യൂസ്, താഴത്തെ നിലയിൽ ഷൂട്ടിംഗ് ഒക്കെയാണ്. അപ്പൊ ഞാനും ധർമ്മനും കൂടെ ഈ ലിഫ്റ്റ് കയറി മോളിലത്തെ നമ്മുടെ ഫ്ലോറിലോട്ട് പോകുമ്പോൾ AK ആന്റണി സാർ ഇതിൽ കയറി. ധർമ്മനും വയറ്റിട്ട് തട്ടിയിട്ട് കുറെ നാളല്ലോ കണ്ടിട്ടെന്ന് ചോദിച്ചു. രാജീവേട്ടനാന്ന് ഓർത്തിട്ട് ഒരു തട്ട് ഞാൻ വിറച്ചു പോയിങ്ങനെ. കുറെ ആളല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്തോ ഒരു എന്നും പറഞ്ഞിട്ട് പുള്ളി എനിക്ക് മിണ്ടാവ. ഞാൻ പറഞ്ഞു എടാ അത് ഒറിജിനൽ ആന്റണി സാറായിരുന്നു. രാജീവേട്ടനല്ലേ എന്ന് ചോദിച്ചു. അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് രാജീവേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിടെ കുട്ടിശ്രാങ്ക്, പുത്തൻ പണം, എത്ര സിനിമകളിൽ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് രാജീവേട്ടൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മളുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള AK ആന്റണി ചേട്ടന്റെ ശബ്ദം തന്നെ ഒന്ന് കേൾക്കാൻ രാജീവേട്ട. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, അതിനു മുമ്പ് കേന്ദ്ര വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ ഒരു വകുപ്പുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നറിയാം. പക്ഷെ എല്ലാം ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇരിക്കുമ്പോൾ ഒരു പൊടിക്ക് കൂട്ടിയിട്ടിട്ട്. പക്ഷെ ഇദ്ദേഹം പെർഫോമൻസ് അദ്ദേഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. മാത്രമല്ല രാജീവേട്ടൻ അനുകരിക്കുന്നത് ഒന്ന് AK ആന്റണി സാറാണെങ്കിൽ KR ഗൗരിയമ്മ. അവരുടെ ശബ്ദം ആരും തന്നെ അങ്ങനെ മിമിക്രിയിൽ അധികം ആരും തന്നെ അനുകരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഗൗരിയമ്മയിൽ തന്നെ തുടങ്ങാം. 1947 നല്ല സർക്കാർ എടുത്തു വന്നിട്ടുള്ളത് കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാകെ ഒറ്റക്കഴിയായിട്ട് കേരളത്തിലെ
ചില വാക്കുകൾ പറയുമ്പോൾ പഴയതുപോലെ തിരിച്ചു കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ചില സമയങ്ങളിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മാവേലിക്കര പൊന്നമ്മ ചേച്ചി. കണ്ടവന്റെ കയ്യിൽ നിന്ന് കള്ളം വാങ്ങിച്ച് കുടിച്ചേച്ച് അനന്തരവിടെ മുറി കയറ്റി വിട്ട് ചപ്പിപ്രായം പറയുന്നു. ഒറ്റ ചവിട്ട് വെച്ചതുണ്ടല്ലോ 4 കേരളത്തിന്റെ MLA സ്ഥാനങ്ങളെല്ലാം പോയിട്ടുള്ളത് വളരെ കഷ്ടമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഭക്തിയിലുള്ളൊരു ഭാഗത്തിലേക്കാണ് എൻ്റെ യാത്ര മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തി മാത്രത്തിലാണ് എൻ്റെ യാത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാവും. കൂടുതൽ നന്നായിട്ടുള്ള പരിപാടികളായിട്ട് രാജീവ് വളരെ ഉഷാറായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള പ്രതീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഗൗരവമാണെങ്കിലും ഇതെല്ലാത്തിന്റെയും ഗെറ്റപ്പോട് കൂടി അതേ ഇതോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരുന്ന ആള്. ഇപ്പൊ അതെല്ലാം തിരിച്ച് കേറി വരണം, കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രതീക്ഷത്തിലാണ് നിങ്ങൾ. കേറി സാധനം മറ്റേ അന്യൻ വരൂല്ലേ അമ്പിയുടെ മേത്തേക്ക്, അതുപോലെ അങ്ങ് വരികയാണ്. കേറി വരണം എന്നല്ല, കേറി വന്നു. അതാണ് ഇവിടെ കിട്ടിയ ഗംഭീര കയ്യടി. ശ്രീ രാജീവ് കളമശ്ശേരി ചേട്ടൻ, ഞങ്ങൾ ഒരുപാട് സ്റ്റേജുകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്, ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഞാനും കുടുംബവുമായിട്ട് ചെന്ന് ആശുപത്രി കണ്ട അവസ്ഥയിൽ നിന്നും ഇന്ന് ഇവിടെ ഈ വേദിയിൽ നിന്ന് സ്റ്റാറുകളെയും ആ ശബ്ദങ്ങളുമെല്ലാം അനുകരിച്ചുകൊണ്ട് ഈ കയ്യടികൾ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്കുള്ളൊരു പരിണാമം ഇപ്പം ഞാൻ കാണുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നുകയാണ്. ശക്തമായ തിരിച്ചുവരവാണ് രാജീവേട്ടൻ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ മനസാന്നിധ്യം കൊണ്ട് ഇങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവികമായൊരു സംഭവമാണ് കല. അപ്പം അതുകൊണ്ട് തന്നെ ആ ദൈവികമായ ഒരു അംശമുള്ള ആരാണോ അവനാണ് കലാകാരൻ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, രാജീവ് കളമശ്ശേരി എന്ന കലാകാരൻ 100% ഒരു മികച്ച വലിയ കലാകാരനാണ്, ആയിരുന്നു, ഇനി അങ്ങോട്ട് ആവുകയും ചെയ്യും. ഡൽഹിയിലൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ആന്റണി സാർ അവിടെ ഉണ്ട്. ആന്റണി സാർ അവിടെ ഉള്ളപ്പോൾ എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ നമ്മളെ അനുകരിക്കുന്ന ആളെന്ന് പറഞ്ഞു. അത് ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചതിന് ശേഷം പിന്നീട് പുള്ളി വന്നപ്പോൾ നമ്മൾ കോമഡിക്കാരൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചെറുതായിട്ട് തമാശയിലേക്കും കടന്നു പ്രസംഗത്തിലും. ഇപ്പോഴാണ് എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടിയത്, പക്രു. കാരണം പക്രുവിനും പൊക്കമില്ല, എനിക്കും പൊക്കമില്ല. രമേശ് ചേട്ടൻ ഈ വേദിയിൽ വന്നിട്ട് ഒരു പെർഫോമൻസ് രമേശ് ചേട്ടന്റെ മിമിക്രി കാണിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അതെ, എല്ലാവർക്കും പക്രു ചേട്ടൻ ചെയ്തു. കഥ പറഞ്ഞപ്പോ ചെയ്തല്ലോ. അപ്പൊ ഞാനും ഏതായാലും വന്ന സ്ഥിതിക്ക് ഫണ്ട്സ് അപ്പോൺ ടൈമിന്റെ വേദിയിൽ എന്റെ വക രാജീവേട്ടന്റെ കൂട്ടത്തിൽ ചെയ്യാനുള്ള ഒരു കൊതിയാണെന്ന് കരുതിയാൽ മതി. AK ആന്റണി സാർ റീൽസിൽ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാട്ടോ ഞാൻ കാണിക്കുന്നത്. റീൽസിലുള്ള AK ആന്റണി സാർ. Oh no 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 no. Oh no. Oh no. Oh no 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 no. രമേശേട്ടാ, എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മൃഗത്തിനെ പുറത്ത് ചാടിച്ച സ്ഥിതിക്ക് ഉമ്മൻചാണ്ടി സാർ, ഉമ്മൻചാണ്ടി സാറിന്റെ റീൽസ് കേട്ടോ. Touch it, touch it, touch it, touch it. Shut up. And bend over. Bend over. Shut up. And bend over. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. റീല് മാത്രമേ പുതിയതുണ്ട് കേട്ടോ, ഐറ്റം പഴയതാണ്. ഒന്നുകൂടെ ഉണ്ട്. VS അഗാവിന്റെ റീൽസ്. എനിക്ക് ലിറിക്സ് അറിയത്തില്ല, നോക്കി പാടിയാലും തെറ്റിപ്പോകും. ശ്രീലങ്കൻ പാട്ട് കേട്ടോ. മനിക്ക് മക്കേ ഹിതേ മിതുവാ നൂരേഗം യാവി അവിലേവി മാ ഇതലംഗമെതെ വെട്ടന ഒരു പ്രേമക്കപ്പെട്ടല്ലെന്ന റുവനാരി മനമാലി സുകുമാലിനും വന്നത. വലിയ സന്തോഷം തരുന്ന നിമിഷങ്ങളായിരുന്നു രാജീവേട്ടൻ ഇവിടെ ഉള്ളതെല്ലാം. ഞങ്ങളുടെ ആദരവ് സ്വീകരിക്കണം എന്ന് രാജീവേട്ടനോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു.
എപ്പിസോഡിൽ ബെസ്റ്റ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആരാണെന്ന് നമുക്ക് നോക്കാം. രമേശ് ചേട്ടാ, Yes. ഇന്ന് രണ്ടുപേരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സംശയവുമില്ല. ഞാൻ സ്നേഹത്തോടെ അവരെ ഇൻവൈറ്റ് ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം സ്നേഹേഷ് ആൻഡ് സജി കൃഷ്ണ. രണ്ട് ഗംഭീര പ്രകടനങ്ങൾ. രണ്ടുപേരും നമ്മളെ ചിരിപ്പിച്ചു. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. തമാശകളൊക്കെ ഏകദേശം തുല്യമായി രണ്ടുപേരും പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് മറ്റു ചില മാനദണ്ഡങ്ങളും കൂടെ നമുക്ക് എടുക്കേണ്ടി വരുന്നു. കൂടുതൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമറുടെ വ്യക്തതയും ക്ലാരിറ്റിയും തമാശകളുടെ എണ്ണവും ഒരു വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ശരീരഭാഷ കൊണ്ടും ഏറ്റവും കൃത്യമായി അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ചിരി സമ്മാനിച്ചതിൽ ഒരു തരി മുന്നിൽ നിൽക്കുന്നത് സജി കൃഷ്ണയാണ്. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി സജി കൃഷ്ണയെ തിരഞ്ഞെടുക്കുന്നു. സ്നേഹേഷിനും സജി ചേട്ടനും ആശംസകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ലൊരു ഗായകനാണ് നമ്മുടെ സ്നേഹേഷ്. ഒരു പാട്ട് പാടിയാലോ? നാലുപേര് പാടിയിട്ട് നമുക്കങ്ങ് കൊട്ടിക്കലാശം ആയിക്കോട്ടെ. എന്താ പെണ്ണ് ലാ പെണ്ണ് അല്ല പെണ്ണ് കളിക്കാത്ത, എന്താ പെണ്ണ് ലാ പെണ്ണ് ഇല്ല പെണ്ണ് കളിക്കാത്ത, തകതെയ്തക തകതെയ്തക തകതെയ്തകതെയ്താരോ, തകതെയ്തക തകതെയ്തക തകതെയ്തകതെയ്താരോ.